ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ റിപ്പിൾ വാട്ടർഫാളിൻ്റെ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാണ് ഇത് ബാക്കി ഭാഗമാണെന്നുണ്ടെങ്കിലും അവിടുത്തെ വിശേഷങ്ങൾക്ക് അവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ പോകുന്നത് ചതുരംഗപ്പാറ എന്ന് പറയുന്ന പ്ലേസിലേക്കാണ്. അവിടെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്ര സ്പീഡിൽ പോകാമെന്ന് വിചാരിച്ചാലും ഞങ്ങൾക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ ഒപ്പം തന്നെ സൂര്യൻ വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അസ്തമിക്കാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ കാൽക്കുലേഷനൊക്കെ തെറ്റിയൊരു ട്രാവലായിരുന്നു ഇത്. ചേട്ടൻ സമയം നോക്കിയപ്പം പെട്ടെന്ന് തന്നെ എത്തുമെന്നുണ്ടായിരുന്നു തോന്നിയത്, പക്ഷേ എത്തിയില്ലായിരുന്നു. ഞങ്ങൾ ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് അത് മിസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ചതുരംഗപ്പാറയിൽ നമ്മളെത്തി. അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വന്നതല്ലേ, ഇവിടം വരെ വന്നതുകൊണ്ട് പ്ലേസ് എന്തായാലും കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ജീപ്പിൽ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ജീപ്പിൻ്റെ റേറ്റ് ചോദിച്ചു. അപ്പം പെർ ഹെഡ് 75 അങ്ങനത്തെയൊക്കെ റേഞ്ചാണ്. അപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് 500 ആണ് നമ്മുടെയൊക്കെ ചോദിച്ചത്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 500 കൊടുത്തിട്ട് എന്തായാലും വന്നതല്ലേ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇച്ചിരി കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരു സൂര്യാസ്തമയം കാണാൻ പറ്റുമായിരുന്നു എന്ന്. ഞാനിവിടെ വന്നിട്ടാണ് അറിയുന്നത് ഇത് ഇവിടെ ഇന്നലെയൊക്കെയാണ് സംഭവം. വീഡിയോ ജീപ്പിലിരിക്കുന്നത് എടുത്തത് ചേട്ടനാണ്, അതുകൊണ്ട് തന്നെ കാണാനുണ്ട്. കയ്യും കാലും മാത്രമേ ഉള്ളൂ. ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇച്ചിരി ദൂരെ ട്രാവൽ ഉള്ളെങ്കിൽ പോലും കൊളുക്കുമല പോലൊന്നുമല്ല, ഇച്ചിരി ദൂരെ ട്രാവൽ ഉള്ളായിരുന്നു. പക്ഷേ അന്യായ കുണ്ടുകുഴിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത കുലുക്കമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ എത്തി. ഞങ്ങൾ കൊളുക്കുമല പോകുന്നതിന് മുമ്പ് ആയിരുന്നു ഇവിടെ പോയത്. അപ്പം ഇതൊന്നും അല്ലാന്ന് കൊളുക്കുമല ചെന്ന് ആ ഒരു ജീപ്പ് സഫാരി പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാറ്റാടി ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് ഇനി ഒരു വട്ടം കൂടെ ഇവിടെ വരണം എന്നുള്ളൊരു, ഇവിടെയും പിന്നെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ലൊരു പ്ലേസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരാൾ ജീപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപയൊക്കെ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത്രയും പൈസ കൊണ്ടൊക്കെ നിങ്ങൾ വരണ്ട, അതിനെക്കാട്ടി നല്ലത് നിങ്ങൾ കൊളുക്കുമല ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കിട്ടും, അപ്പോൾ അവരുമായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. കാരണം ആ മേളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫോണിൽ കാണുന്ന ഇത്രയും വെട്ടമൊന്നും ഇല്ല അവിടെ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഇത് ഫോണിൻ്റെ ലൈറ്റും, ഫോണിൽ ആ ഒരു ലൈറ്റാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത്രയും വെട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ കാണാനായിട്ട് അന്യായ ഭംഗിയാണ്. എന്ന് വെച്ചാൽ പ്രകൃതി സ്നേഹിക്കുന്ന നമുക്കൊക്കെ ഈ കാഴ്ച കാണാമെന്ന് പറയുന്നത് ഭയങ്കര മനസ്സിന് സന്തോഷം നൽകുന്നവരാണ്. അപ്പോഴത്തേക്കും സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞ് ആ ഒരു സൂര്യൻ്റെ ആ ഒരു ചെറിയൊരു വെട്ടം ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വേറൊരു ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും വേറൊരു ഫാമിലിയും കൂടെ വന്നു കാണാനായിട്ട്. ഇരുട്ടാകുമ്പം പോയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. ഇച്ചിരി എങ്കിലും വെളിച്ചമുള്ളപ്പോൾ പോകുന്നതായിരിക്കും കാണാനായിട്ട് ഭംഗി. പിന്നെ ഇരുട്ട് ഉള്ളപ്പോൾ ഇവർ വണ്ടി എടുക്കുമോയെന്ന് അറിയത്തില്ല. പിന്നെ രാത്രി ഇവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അപ്പോഴത്തെ എന്തെങ്കിലും ചന്ദ്രൻ്റെ നിലാവട്ടം ഉണ്ടാകുമോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ തൊട്ട് നമുക്ക് താഴെ കാണുന്നത് ചേട്ടൻ പറഞ്ഞു ഫുള്ളും ഒന്ന് മറ്റേ കൃഷിയുണ്ടല്ലോ, കൃഷി തമിഴ്നാടാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അത് കൃഷിസ്ഥലമാണ് ഫുള്ള് കാണാൻ പറ്റുന്നത്. അത് പക്ഷേ മേലെ ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണുമ്പോഴത്തേക്കുള്ളൊരു ഭംഗി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. കാരണം ഇരുട്ടാകുമ്പോഴത്തേക്ക് ഇവർക്ക് ജീപ്പ് ഭയങ്കര വേരുകളാണെന്നാണ് പറഞ്ഞത്. നമ്മൾ പോകുന്ന വഴി നിറയെ വേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കുലുക്കവും കാര്യങ്ങളൊക്കെ. പിന്നെ ഭയങ്കരമായിട്ട് ഉള്ളൊരു വിശേഷം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശുട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവന് ഈ ജീപ്പ് ട്രാവലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ അടിച്ചു പൊളിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ 2 പേരും ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നത്. ഞാനും കേശുവും ചേട്ടനും ഫ്രണ്ടിൽ തന്നെയാണ് ട്രാവൽ ചെയ്തത്. കേശുട്ടൻ പാട്ടൊക്കെ കേട്ട്
പാട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അകത്ത് ഇട്ടേനെ. പാട്ട് വണ്ടിക്കകത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്തത്. അപ്പം നമ്മൾ ആ ജീപ്പിലൊക്കെ ലൈറ്റൊക്കെ കണ്ടോ, കാരണം അത്രയ്ക്ക് വെട്ടം കുറഞ്ഞിരിക്കുവാണ്. ഞാൻ ഫോണിൽ ഇങ്ങനെ ഇത്രയും വെട്ടമുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ താപ്പോട്ട് പോകും കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ആ ഒരു വ്യൂ കാണാനായിട്ട് പോയ സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊടി പോലും കിട്ടില്ല, അമാതിരി ഹൈറ്റാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ ഉയരത്തിൽ ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു മൈൻഡിലൊരു വല്ലാത്തൊരു ഇതാണ്. പക്ഷേ അവിടെയൊക്കെ പോവുകയും ചെയ്യും. എങ്ങനെ പേടി കാര്യങ്ങളൊക്കെ വന്നാലും ഞാൻ അവിടെയൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ പോയി താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു മനസ്സിലൊരു ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. അത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കുന്ന രീതിയിലൊന്ന് താഴെ നമ്മളൊന്ന് പുറകോട്ട് നീങ്ങിയാൽ താഴെ വീഴും ഉറപ്പാണ്. അവിടെ സേഫ്റ്റിയും കാര്യങ്ങളും നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കിങ്ങനെ സൈഡിലിങ്ങനെ ചെയ്തിരിക്കുന്ന പോലെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം, എന്നാൽ വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആ ഒരു ജീപ്പ് സഫാരിയുടെ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്ലേസിലേക്ക്, ചതുരംഗപ്പാറ എന്ന പ്ലേസിലേക്ക് വന്നേക്കുവാണ്. ഇനി അവിടുത്തെ ചെറിയൊരു വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ആ ഒരു പ്ലേസ് എത്ര മനോഹരമാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയൊരു നഷ്ടം സംഭവിച്ചു. ഇച്ചിരിയും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്റെ പൊന്നു എന്തോ സംഭവം. കോട ഇച്ചിരി കൂടെ വെട്ടമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറക്റ്റ് ആയിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. ഇച്ചിരി താമസിച്ചു ആ ദൂരം. എവിടെ അച്ഛൻ കൈ പിടിക്കും. എന്നാ ഭംഗിയല്ലേ അല്ലേ, എന്നാ ഭംഗിയല്ലേ കാണാൻ. പക്ഷെ ഇച്ചിരി കൂടെ വെട്ടം വേണം. ഇച്ചിരിയും കൂടെ വെട്ടത്തിൽ വരണമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കാരണം വീട്ടിൽ വീഴുന്നതിന് മുമ്പ് ഫോട്ടോസ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് കിട്ടത്തില്ല. അതുപോലെ ഒരുപാട് വിഷ്വൽസ് കാണിക്കാനായിട്ട് ഉള്ള വെളിച്ചമൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറയിൽ ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പുറയിൽ ആ ഒരു വ്യൂ. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് അവിടെ വേറെ ഒരു ഫാമിലി കൂടെ അങ്ങോട്ടേക്ക് കയറാനായിട്ട് വന്നത്. പിന്നെ ഇരുട്ടാൻ തുടങ്ങിയായിരുന്നു. അപ്പം ആ ജീപ്പിൽ ആൾ പറഞ്ഞു രാവിലെ സൂര്യോദയം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ പോകുന്ന വഴി ഒരു വലിയൊരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അത് അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ. പക്ഷേ നമ്മളൊരു ജീപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 1750 രീതിയിൽ ഒറ്റയ്ക്ക് നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 8 പേരോ അങ്ങനെ എന്താണ് കണക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പോവുകയാണ് ഇനി റൂമിലേക്ക്. അപ്പം നാളത്തെ പ്രോഗ്രാം നമുക്ക് കൊളുക്കുമലയിലേക്ക് പോകുന്ന പ്രോഗ്രാമാണ്. ഞങ്ങൾ വന്ന അന്ന് തൊട്ട് ഈ കൊളുക്കുമല പോക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇനി അവിടെ പോയി അതൊക്കെ അന്വേഷിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ 1-2 പ്ലേസും കൂടെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വരുന്നതാണ്. ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കൊണ്ട് നടന്നു നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഫൈൻ മേടിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി തന്നെ ഫുഡ് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ ഫുഡ് ഉണ്ട്, പക്ഷേ റേറ്റ് അന്യായ റേറ്റാണ്. അതങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ എടുക്കുന്ന റൂമിനെക്കാട്ടി പ്രൈസ് ആയിരിക്കും അവിടുത്തെ ഫുഡ്. ഞങ്ങൾ ഇതുപോലെ തന്നെ മൂന്നാർ കാന്തല്ലൂർ പോയ സമയത്ത് അതുപോലെ തന്നെ ആയിരുന്നു. അവിടെ ഫ്രീ വരുന്നത് ഭയങ്കര ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞ ഫുഡും
നമ്മൾ മേടിക്കുന്നത് ഭയങ്കര പ്രൈസ് ഉള്ള ഫുഡായിരിക്കും, റൂമിനെക്കാട്ട് പ്രൈസ് ആയിരിക്കും. പിന്നെ അവിടെ ഞങ്ങൾ പോയപ്പോൾ റൂമിൽ നിന്ന് തന്നെ വാങ്ങിക്കേണ്ടി വന്നു, കാരണം അടുത്തൊന്നും വേറെ നല്ല കടകളേ ഇല്ലായിരുന്നു കാന്തല്ലൂർ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കടയുണ്ട്. ഈ ഒരു ഹോട്ടലിൽ നല്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് മേടിച്ചത് ഇവിടെ നിന്നാണ്. ഹോട്ടലിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു, രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വൈകിട്ട് ഫുഡ് മേടിച്ചത്. പിന്നെ രാവിലത്തേക്കും കറി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കി കഴിക്കാനായിട്ട്. പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ പുറത്ത് ഇങ്ങനെ പാൽക്കടയോട് ചേർത്തിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീർന്നു. അടുത്ത കൊളുക്കുമല വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. വെള്ളം വേണം. ചിന്നരാവിലെയാണ് മുടി പോയത്. എന്നിട്ട് വിശക്കുമ്പോൾ കഴിക്കുന്നേ. എന്താ കഴിക്കുന്നു? ഫ്രൈഡ് സ്ഥലം എവിടെയാന്ന് കൂടെ പറ. മൂന്നാറ് പൂപ്പാറ. സൂര്യനെല്ലി എന്ന് പറഞ്ഞാൽ മതി കുഞ്ഞു. എങ്ങനെ പറയുന്നു? അത് കുരുമുളക്.